जय कुञ्ज विहारी जय गोपीजनवल्लभा जय गिरिवरधारी जय गोपीजनवल्लभा जय गिरिवरधारी जय यशोदनन्दना जय व्रजजनरञ्जना जय यशोदनन्दना जय व्रजजनरञ्जना जय यमुनातीरवनचारि जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा श्याम सुंदर राधे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय वृंदावन जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭാഗവത സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 9ാമത്തെ അധ്യായമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം
अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनुभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च तप्तकाञ्चनगौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन्निति नामिने नमः। आचार्यपादाय निधाय कृपाप्रदायिने गौरकदाधामदाय नगरग्रामधारिणे नमः। ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवाद्यै वाशत्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങൾ ഞാൻ പ്രണമിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് യുധിഷ്ഠിര മഹാരാജാവ് ആ ശരശയ്യയിൽ കിടക്കണ ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് യുധിഷ്ഠിര മഹാരാജാവ് വരുന്ന കാര്യമാണ് പറഞ്ഞത്. അതാണ് 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 2ാമത്തെ ശ്ലോകത്തിൽ അവർ വരണ ഒരു ഇതാണ് പറഞ്ഞത്. എങ്ങനെയാണ് വരണ? അവർ മനോഹരമായ രഥങ്ങളിൽ നല്ല അത്രയും അണിഞ്ഞൊരുങ്ങി അങ്ങനെയാണ് ഭീഷ്മദേവൻ്റെ അടുത്തേക്ക്. ഭീഷ്മദേവന് അവരെ കാണുമ്പോൾ സന്തോഷമാവട്ടെ എന്ന് കരുതി അവരപ്പോൾ അങ്ങനെ ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് വരികയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാമത്തെ ശ്ലോകം തൊട്ടാണ്. അപ്പോൾ 3ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഭഗവാനഭിവിഭർഷേ രഥേൻ സദനഞ്ജയഃ സത്രൈവ്യരോചത നൃപാ കുബേരൈവ ഗുഹ്യകൈ. ശ്ലോകം ഏറ്റുചൊല്ലാം. ഭഗവാനഭിവിപ്രശ്യേ രഥേൻ സദനഞ്ജയഃ സത്രൈവ്യരോചത നൃപാ കുബേരൈവ ഗുഹ്യകൈ. ഭഗവാനഭിവിപ്രശ്യേ രഥേൻ സദനഞ്ജയഃ സതർവ്യരോചത നൃപാ കുബേരൈവ ഗുഹ്യകൈ. വകതം. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ. അഭി കൂടെ. വിപ്ര ഋഷി ബ്രാഹ്മണന്മാരിൽ ഋഷിയായ. രഥേന രഥത്തിൽ. സാധനഞ്ജയ ധനഞ്ജയനോടൊപ്പം അർജുനൻ. ധനഞ്ജയ
സ അദ്ദേഹം ഭഗവാൻ. തേ അവരാൽ. വ്യരോചത അത്യന്തം കുലീനനായി കാണപ്പെട്ടു. നൃപ രാജാവ് യുധിഷ്ഠിരൻ. കുബേര ദേവന്മാരുടെ ധനകാര്യസ്ഥൻ. കുബേരൻ. ഇവ പോലെ. ഗുഹ്യകർ എന്നറിയപ്പെടുന്ന സഹചാരികൾ. വിവർത്തനം. അല്ലയോ വിപ്രശ്യേ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം രഥത്തിൽ അവരെ അനുഗമിച്ചിരിക്കുന്നതിനാൽ യുധിഷ്ഠിര രാജാവ് ധനാഢ്യനായ കുബേരനെ പോലെ പ്രശോഭിച്ചു. വിവർത്തനം ഏറ്റുചൊല്ലാം. അല്ലയോ വിപ്രശ്യേ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം രഥത്തിൽ അവരെ അനുഗമിച്ചിരിക്കുന്നതിനാൽ യുധിഷ്ഠിര രാജാവ് ധനാഢ്യനായ കുബേരനെ പോലെ പ്രശോഭിച്ചു. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതീവ അഭിജാതത്തോടെ പാണ്ഡവർ ഭീഷ്മദേവ സമക്ഷം അഗ്രതാഗമണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിച്ചു. അന്ത്യവേളയിൽ അവരെ അപ്രകാരം ദർശിക്കുന്നതിൽ ഭീഷ്മദേവൻ അതീവ സന്തോഷവാനാകും. സർവദേവന്മാരിൽ വെച്ച് ഏറ്റവും ധനാഢ്യൻ കുബേരനാവുന്നു. ഇവിടെ യുധിഷ്ഠിര രാജാവ് കുബേരനെ പോലെ ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യത്തോടെ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ഘോഷയാത്രയായി ആഗതനായി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, സൂത ഗോസ്വാമി ഇവിടെ ആ ബ്രാഹ്മണൻ ഒരു ഋഷിമാരോട് ഇത് വിശദീകരിക്കുകയാണെല്ലാം അവർ ചോദിക്കാണ്ട് തന്നെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഒത്തുകൂടിയ എല്ലാവരും നല്ല പണ്ഡിതരും ബ്രാഹ്മണനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ വിപശ്യേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണർ മാത്രമല്ല, അവർ ഋഷിമാരും കൂടിയായിരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജർഷി പോലെ, അപ്പോൾ ഒരു പുണ്യാത്മാവ്. അപ്പോൾ നമുക്കറിയാം രാജർഷിയായിട്ട് നമ്മൾ ജനക മഹാരാജാവിനെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം രാജാവുമാണ്, അതുപോലെ ആ സമയം തന്നെ ഋഷിയാണ്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ആ ഒരു പുണ്യാത്മാവായി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മളത് ഇപ്പോൾ ബ്രാഹ്മണരാണോ ക്ഷത്രിയാണോ അങ്ങനെ ഏത് ഇതിൽ പെടുന്ന ആൾക്കാരായാലും പ്രശ്നമല്ല, നമുക്ക് ആ ഒരു ഋഷി എന്ന ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ മറ്റൊരിടത്ത് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണരെ ദ്വിജശ്രേഷ്ഠ എന്ന് പറയും. അതായത് ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും മികച്ച എന്നാണ് അതിനെ അർത്ഥാക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുക സാധാരണ സമൂഹത്തിൽ മികച്ച വ്യക്തികൾ എന്നാണ് പറയുക. അപ്പം അവിടെ ആ ഒരു സന്യാസി കൂടി ആയി മാറി, അപ്പം അതിലും മികച്ച ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിനൊരു മഹത്വം വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് അതപ്പൊമ്പിൽ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതരാണെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അഭിമാം വിധി അകർത്താരം അവ്യയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇതും ഭഗവാൻ തന്നെയാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചതെന്ന് ഭഗവാനും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാതുർവർണ്ണ്യത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യരിൽ പെട്ടവരിൽ വെച്ചാണിത് ആരംഭിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സദ്ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണരും ആണ് അതിൽ ഏറ്റവും ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് ക്ഷത്രിയരാണ്, ഇങ്ങനെ ഭരണം നടത്തുന്നവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈശ്യര്, കച്ചവടക്കാർ,
അവർക്ക് അപ്പോൾ ആ ഒരു അജ്ഞതയുണ്ടാവും, ആ ഒരു അഭിനിവേശം, അങ്ങനെ ഒരു മിശ്രിത രീതിയിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ശൂദ്രരാണ്, അപ്പോൾ തൊഴിലാളി വർഗം. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഒരുപാട് അജ്ഞതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നത് ഈ 4 ഇതും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണെങ്കിലും ഭഗവാൻ ഇതൊന്നും ഒരിക്കലും ഉൾപ്പെടുന്നില്ല. കാരണം ഭഗവാൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചേക്കുന്നത്. ഭഗവാൻ എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായ ഒരു ബന്ധാത്മാക്കളുള്ള ഒരാളല്ല ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹവും മൃഗസമൂഹവും ഒക്കെ ഒരു സമൂഹം തന്നെയാണ്. എന്നാൽ ആ ഒരു മനുഷ്യന്മാരെ ആ മൃഗസമൂഹം അങ്ങനെ മറ്റുള്ള സമൂഹത്തിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു മനുഷ്യന്മാരെ ഇതിൽ നിന്ന് ഉണർത്തി മനുഷ്യന്മാരെ ഉയർത്തുന്നതിലായിട്ട് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഒരു കൃഷ്ണാബോധത്തിലേക്കും ഭഗവാനെ പറ്റിയുള്ള അറിവിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മനുഷ്യൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ആ ഒരു ഗുണങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയോടുള്ള ആ ഒരു പ്രവണത എന്ന് പറയുന്നതായാലും അത് നമ്മുടെ ആ ഒരു ഗുണങ്ങളനുസരിച്ചാണ്, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ കൃഷ്ണാബോധത്തിലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയുന്നത് ആ ഒരു ബ്രാഹ്മണരെക്കാട്ടും എല്ലാത്തിനേക്കാട്ടും ഉയർന്നതാണ്. കാരണം അങ്ങനെ ഇപ്പോൾ ഗുണങ്ങളിൽ ബ്രാഹ്മണർക്ക് ഇപ്പോൾ പരമസത്യമായ ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമാണ് അറിയുള്ളൂ. അപ്പോൾ അപ്പോൾ ബ്രഹ്മത്തെയാണ് കൂടുതൽ ആരാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആ ഒരു വ്യക്തിയില്ല, ആ ഒരു ബ്രഹ്മാണെന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം വരും. എന്നാൽ ആ ഒരു പരിമിതമായ അറിവിനെയും മറികടന്ന് ഭഗവാൻ എന്ന് വെച്ചാൽ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എന്ന ഒരു അറിവിൽ നേടുന്ന ഒരു വ്യക്തിയാണ് ഈ കൃഷ്ണാബോധമുള്ളൊരു വ്യക്തിയായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തിക്ക് ഭഗവാൻ സൃഷ്ടിച്ച ഈ മനുഷ്യ സമൂഹത്തിൻ്റെ വിഭജനങ്ങളൊന്നും ബാധകമല്ല. കാരണം അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വിഭജനങ്ങൾക്കും മുകളിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വിഭാഗീയതകൾക്കും മുകളിലാണ് അങ്ങനെ ഒരു വ്യക്തി എന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ആരാണോ അങ്ങനെയുള്ള ഒരാളാണ് ഏറ്റവും വലിയ ആള്, അങ്ങനെയുള്ള ആൾക്കാണ് ഇത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കലിയുഗത്തിൽ. അപ്പോൾ ഇവിടെ വിഭാഗശഃ, അപ്പോൾ ആ ഒരു വിഭജനം എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളായാലും ഇപ്പോൾ സമൂഹത്തിലൊരു വിഭജനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൃഷ്ണാബോധ സമൂഹത്തിൽ അപ്പം അങ്ങനെ ആ ഒരു സമൂഹത്തിലാണെങ്കിൽ ആ വിഭജനത്തിൻ്റെ ആവശ്യമില്ല. കാരണം കൃഷ്ണാബോധത്തിലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഈ ഒരു വിഭജനം അദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു ഗുണങ്ങൾക്കും ഈ ഒരു വിഭജനങ്ങൾക്കും എല്ലാം അതീതമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ുള്ള ആ ഒരു വിഭജനം അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിലായിരിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ, ശൂദ്ര എന്നൊക്കെയുള്ള ഒരു നിയന്ത്രണം നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ഭഗവാന്റെ ഭക്തരാവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൗതിക പ്രകൃതിക്ക് നമ്മുടെ മുകളിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു പൂർണ്ണമായിട്ട് കൃഷ്ണാബോധമുള്ള ഒരു വ്യക്തിക്കാണ് ആ ഒരു ആത്മീയജീവിതവും അതുപോലെ തന്നെ ഭൗതികമായ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനാവുന്നതാണ് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പം എല്ലാവരും ഈ ഒരു ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദ്വിജശ്രേഷ്ഠാന്ന് വിളിച്ചത്. ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും നല്ല ആള് എന്നുള്ള രീതിയിൽ ആണ് ദ്വിജശ്രേഷ്ഠ എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച ഒരാൾ. അപ്പോൾ ആ ഒരു ബ്രാഹ്മണൻ പോലും ഭൗതിക പ്രകൃതിയുടെ ആ ഒരു അധീനത്തിലാണ്, നിയന്ത്രണത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു അതേ ബ്രാഹ്മണൻ തന്നെ ഒരു വൈഷ്ണവനായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഭക്തനായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബ്രാഹ്മണനിൽ ഏറ്റവും മികച്ച, അപ്പോൾ അതാണ് അധപുമ്പിൽ ദ്വിജശ്രേഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മളിവിടെ പറയേണ്ടത് അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ്, അർജുനനെ പറ്റി പറയേണ്ടത് ധനഞ്ജയൻ, അപ്പോൾ അങ്ങനെ പറയണ്ട. അപ്പോൾ ഭഗവാന്റെ കാര്യം വരുമ്പോൾ അപ്പോൾ ഭഗവാനെ മാത്രമല്ല ഇതിൻ്റെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഷഡ് ഐശ്വര്യങ്ങളിൽ എല്ലാതും ഭഗവാനിലുണ്ടാവും, എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ള വ്യക്തിനെ മാത്രമാണ് നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പൂർണ്ണമായ ഐശ്വര്യങ്ങൾ ഇല്ലാത്ത ഒരാൾ ഒരിക്കലും നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കില്ല. അപ്പോൾ ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ
നമ്മൾ സാധാരണ ആളുകൾക്ക് ഒരിക്കലും പൂർണ്ണമായ ഒരു ഐശ്വര്യം ഇതൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിക്കും കുറച്ച് പൈസയോ സമ്പത്തോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും നമുക്ക് ആ ഒരു ഇതിന് മുകളിലായിട്ട് പൂർണ്ണമായി എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഭഗവാനുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യമോ ഭഗവാന്റെ കഴിവുകളോ ഗുണങ്ങളോ ഒന്നും നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഭഗവാന് 16,208 ഭാര്യമാരുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഓരോ ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യം പറയുന്നത് തന്നെ ഭഗവാനിൽ അത്രയധികം കൊട്ടാരങ്ങളുണ്ട്. അവരുടെയൊക്കെ കൂടെ ഭഗവാൻ എല്ലാവരുടെ കൂടെയും അങ്ങനെ താമസിച്ചിരുന്നു ഒരേ സമയം തന്നെ. അപ്പം അങ്ങനെ നമുക്കൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളോ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന പ്രവൃത്തികളോ ആവില്ല ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭക്തനായ മാത്രമാണ് ഭഗവാനെ പറ്റി മനസ്സിലാക്കാനും ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ഐശ്വര്യവും എല്ലാ വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഭഗവാന്റെ ആ ഭാര്യ സത്യഭാമ പറയുമ്പോൾ ഭഗവാൻ ആ സ്വർഗ്ഗഗ്രഹത്തിൽ പോയിട്ട് ആ പാരിജാത പുഷ്പം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ യശോദാമ്മയുടെ മുൻപിലാണെങ്കിൽ ആ ഒരു കുട്ടിയായിട്ട് ഭഗവാൻ പൂർണ്ണമായിട്ട് അങ്ങനെ ആ ഒരു കുട്ടിയുടേതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വേഷം ചെയ്യുകയാണ്. അപ്പോൾ അത് ഭഗവാൻ ചെയ്യുന്ന ഓരോ വേഷവും ഭഗവാൻ ആ ഒരു പൂർണ്ണതയോടെ തന്നെ ആ ഒരു പൂർണ്ണതയോടെ തന്നെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന എന്ത് കാര്യത്തിലും എല്ലാം ഭഗവാൻ പൂർണ്ണതയോടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യശോദാമ്മയുടെ അടുത്ത് നിന്നായാലും ബാക്കി ഗോപാലന്മാരുടെ അടുത്തായാലും ഭഗവാന്റെ ഇപ്പോൾ ഭാര്യമാരുടെ അടുത്തല്ല അപ്പോൾ ആരുടെ അടുത്തായാലും ഭഗവാൻ ആ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് നമുക്കൊരിക്കലും അങ്ങനെ അത്രയും പൂർണ്ണമായിട്ടോ അത്രയും ഇതായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും നമുക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭഗവാന് മാത്രമാണ് അത് സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കും അപ്പോൾ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ അപ്പോൾ പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ ആണ്ട് പോലും ഭഗവാൻ ഇവിടെ ഭീഷ്മദേവനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഭീഷ്മദേവൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത്രയും ആ ഒരു മഹത്വമാണ് കാണിക്കുന്നത്, ഭീഷ്മദേവൻ്റെ മഹത്വം. ഭഗവാൻ ഇപ്പോൾ പാണ്ഡവരെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പാണ്ഡവർ ഭീഷ്മദേവന് മുത്തച്ഛനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ബന്ധമുണ്ട് ഭീഷ്മദേവൻ്റെ അടുത്ത്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഭഗവാന് ഭീഷ്മദേവൻ കാണാൻ പോയില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. കാരണം ഭഗവാന് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഭഗവാന് ഭീഷ്മദേവനായിട്ടില്ല. പക്ഷെ ഭഗവാൻ ആ ഭീഷ്മദേവൻ്റെ ആ ഒരു പ്രാധാന്യം കാണിക്കാൻ വേണ്ടി ആണ് ഭീഷ്മദേവൻ്റെ അടുത്ത്, അത്രയും വലിയൊരു വ്യക്തിയാണെന്നതുകൊണ്ടാണ് ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഭീഷ്മദേവൻ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഇപ്പോൾ വലിയൊരു വ്യക്തി, വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തി മരിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ പോവും. അപ്പം അതുപോലെ ഭീഷ്മദേവൻ ഇവിടെ ശയ്യയിൽ കിടക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മൾ മുന്നത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു ഒരുപാട് ഋഷിമാരും ഒക്കെ വരും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് അപ്പോൾ പാണ്ഡവരുടെ ഒപ്പം ഭഗവാൻ പോവാണ്. അപ്പോൾ ഭഗവാന്റെ കൂടെ അത്രയും ഒരുങ്ങി അത്രയും ഇതായിട്ടാണ് പാണ്ഡവരും യുധിഷ്ഠിര മഹാരാജാവും ബാക്കി പാണ്ഡവരും എല്ലാം വേണ്ടത്. കാരണം ഭീഷ്മദേവന് അവരെ അങ്ങനെ കാണുമ്പോൾ ആ ഒരു സന്തോഷം, ഭീഷ്മദേവന് സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവരപ്പം അത്രയും ഒരുങ്ങി അത്രയും ധനാഢ്യരായി അത്രയും ഇതിൽ പോകുന്നത്. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ശ്ലോകം 4ാമത്തെ ശ്ലോകമാണ്. 4ാമത്തെ ശ്ലോകം വായിക്കാം. ദൃഷ്ടാ നിപതിതിം ഭൂമൗ ദിവ്യച്യുതമിപാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുകാ സഹചക്രിണ. ശ്ലോകേറ്റ് ചൊല്ലാം. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ്യച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം
സാനുകാ സഹ ചക്രിണാ ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ്യച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുകാ സഹ ചക്രിണാ വാക്കർത്ഥം ദൃഷ്ട്വ ഇപ്രകാരം കണ്ടിട്ട് നിപതിതം ശയിക്കുന്നു ഭൂമൗ ഭൂമിയിൽ ദിവ ആകാശത്തു നിന്ന് ച്യുത്യ പതിച്ചു ഇവ പോലെ അമരം ദേവൻ പ്രണേമു പ്രണമിച്ചു പാണ്ഡവ പാണ്ഡവപുത്രരെ ഭീഷ്മം ഭീഷ്മദേവനെ സ അനുഗ ഇളയ ഭ്രാതാക്കളോടൊപ്പം സഹ കൂടെ ചക്രിണ ഭഗവാൻ സുദർശന ചക്രം കയ്യിലേന്തിയതുകൊണ്ട് വിവർത്തനമെന്താവായിട്ടും ബഷീൽ പ്രഭാതിക്കിച്ച് വിവർത്തനം വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ ഇളയ ഭ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു. വിവർത്തനേറ്റു ചൊല്ലാം. വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ ഇളയ ഭ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. ഭാവാർത്ഥം വൈഎസ്സി ഭക്തിവേദാന്ത ശ്രീല പ്രഭുവാൻ കീച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഇളയ മാതൃശ്യസേൻ മാത്രമല്ല അർജുനന്റെ ഉറ്റമിത്രവുമാകുന്നു. എന്നാൽ പാണ്ഡവ കുലത്തിലെ ഏവരും ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. തന്റെ പരമോന്നത പദവിയെക്കുറിച്ച് പൂർണ്ണബോധവാനാണെങ്കിൽ തന്നെയും ഭഗവാൻ സദാ മാനവാചാരമനുസരിച്ച് പെരുമാറിയിരുന്നു. ആകയാലാണ് യുധിഷ്ഠിര രാജാവിന്റെ ഇളയ ഭ്രാതാക്കളിൽ ഒരുവനായിരുന്നിട്ട് പോലും അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന ഭീഷ്മദേവനെ വണങ്ങിയത്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാനെ ചക്രി എന്നാണ് പറയുന്നത്. അതായത് സുദർശന ചക്രം കയ്യിലേന്തിയത് കൊണ്ടാണ് ഭഗവാനെ ചക്രിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഭഗവാനെപ്പോൾ ഓരോ സ്ഥലത്ത് ഒരുപാട് നാമങ്ങളിൽ ഭഗവാനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഭഗവാൻ യുധിഷ്ഠിരൻ്റെ ആ ഒരു ബന്ധുവാണ്. അതുപോലെ തന്നെ പക്ഷേ ഭഗവാൻ അർജുനൻ്റെ ആ ഒരു ഉറ്റമിത്രമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുനനും സെയിം ബന്ധമാണ് ഉള്ളെങ്കിലും അതിനെക്കാട്ടും ഉപരി അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് കാട്ടും പ്രായം കുറവാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ കുന്തി ദേവി എന്ന് പറയുന്നത് വസുദേവരുടെ സഹോദരിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ബന്ധം ഉണ്ട് ഭഗവാനുമായിട്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, പക്ഷെ നമ്മൾ പാണ്ഡവരുടെ ഇത് നോക്കുകയാണെങ്കിൽ പാണ്ഡവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു ഭഗവാൻ ആ ഒരു പരമദിവ്യോത്തമ പുരുഷനാണ് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അർജുനായാലും യുധിഷ്ഠിരനായാലും നകുല സഹദേവൻ, ദ്രൗപദി,
അതുപോലെ കുന്തി ദേവി. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു സ്ഥാനം എന്താണ്, ഭഗവാൻ ആരാണെന്നൊക്കെ ഒരുപാട് അറിയാവുന്നു. അപ്പോൾ എന്നാലും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ തൻ്റെ ആ ഒരു പരമമായ ഭഗവാന്റെ സ്ഥാനം എന്താണെന്ന് അറിയുമെങ്കിലും ഭഗവാൻ ഇവിടെ ആ ഒരു മനുഷ്യരെ പോലെ ആ ഒരു ആചാരപ്രകാരം മനുഷ്യരുടെ നമ്മുടെ ആ ഒരു ഇതിക്കനുസരിച്ച് ആചാര്യങ്ങൾക്കനുസരിച്ച് ആ ഭീഷ്മദേവന്റെ അടുത്ത് ഇങ്ങനെ പ്രണമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ആ ഒരു ബന്ധു എന്നുള്ളൊരു നിലയിലാണ് ഇവിടെ ആ ഭീഷ്മദേവനെ കാണാൻ വേണ്ടത്. അപ്പോൾ ഭീഷ്മദേവര് ആ പാണ്ഡവരുടെ ആ ഒരു മുതിർന്ന കുടുംബാംഗമാണ്. പാണ്ഡവരുടെ ആ മുത്തച്ഛൻ എന്നൊരു സ്ഥാനമാണ് പാണ്ഡുവിൻ്റെ അച്ഛൻ്റെ, പാണ്ഡവരുടെ അച്ഛൻ്റെ, അതായത് പാണ്ഡുവിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് ഭീഷ്മദേവൻ. അപ്പോൾ അവരുടെ ആ ഒരു ഭീഷ്മദേവനോട് ആ ഒരു ബഹുമാനം പാണ്ഡവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു മുത്തശ്ശൻ അഭ്യുദയകാംക്ഷി അവരതുപോലെ വളർത്തിയത് ചെറുപ്പത്തിൽ. അപ്പം ആ ഒരു സ്നേഹം അവർക്ക് ഉണ്ട് ഭീഷ്മദേവനോട്. അപ്പം അവർ അത്രയും ബഹുമാനം കൊണ്ട് ആ ഒരു ഭീഷ്മദേവന്റെ അടുത്ത് പ്രണമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്ന് വെച്ചാൽ പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ എന്നാലും ഭഗവാൻ ഇവിടെ ആ ഒരു ഭീഷ്മദേവന്റെ മുന്നിൽ ആ ഒരു ബഹുമാനം കാണിക്കുന്നുണ്ട്, പ്രണമിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭുപാദര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും ശാശ്വതനായിട്ടുള്ളതാണ് എങ്കിലും ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഈ മാനുഷികമായിട്ട് ഈ ഭൗതിക ലോകത്തുള്ള ആളുകളെ പോലെ പെരുമാറാണ് ഭൗതികത. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു ലീലകളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ അപ്പോൾ ഓരോ രീതിയിലാണ് ഓരോ സിറ്റുവേഷനിലും ഇങ്ങനെ പെരുമാറുക. അപ്പോൾ ഭഗവാന്റെ ആ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പോലെയല്ല. കാരണം മനുഷ്യരെക്കാട്ടും ഒരുപാട് വ്യത്യാസമുണ്ട് ഭഗവാന്റെ ആ ഒരു വ്യക്തിത്വം എന്ന് തമ്മിൽ. അപ്പോൾ നമ്മളൊരിക്കലും ഭഗവാൻ അപ്പോൾ മനുഷ്യരെ പോലെ പെരുമാറുന്നു എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ മനുഷ്യരാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യത്യാസം നമുക്കറിയണമെങ്കിൽ നമ്മൾ മഹാനായ ആചാര്യന്മാരിൽ നിന്നും അതുപോലെ ഒരുപാട് വൈഷ്ണവരായ അത്രയും ഡിവോട്ടീസിൽ നിന്നൊക്കെ ഭഗവാനെ പറ്റി അങ്ങനെ കേട്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ പറ്റി അറിയാനും ഭഗവാനും നമ്മൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അറിയാനും സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു ഗുരുപരമ്പരയിൽ വന്ന് നിന്ന ആ ഒരു ആചാര്യന്മാരും അപ്പം അങ്ങനെയുള്ള ആ ഒരു ആധികാരികമായ ശാസ്ത്രങ്ങളെ പറ്റിയും വേദങ്ങളും വൈഷ്ണവ ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കി അങ്ങനെ ആ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് വന്ന ആ ഒരു ആചാര്യന്മാരുടെ അടുത്തുനിന്ന് വേണം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ ഭഗവാന് രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടെന്ന് പറയും. ഒന്ന്, ഭഗവാൻ അങ്ങനെ അവതാരം എടുത്ത് വരുമ്പോൾ ഭഗവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുക അപ്പം അതുപോലെ തന്നെ ഭഗവാനും പെരുമാറും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിലായാലും ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ ആ പാത പിന്തുടർന്ന് പോവും നമ്മൾ. അപ്പോൾ ഭഗവാൻ അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പം നമ്മളും ആ ഒരു മഹത് വ്യക്തിയുടെ പാത പിന്തുടരുന്ന പോലെ നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ ഓരോ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ മധുരയിലായാലും ഭഗവാൻ രാജകൊട്ടാരത്തിൽ ഇപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ കൊട്ടാരത്തിൽ നിന്ന് പത്നിമാരുടെ അടുത്ത് പോകും. അപ്പോൾ ആ ഒരു 16,108 ഭാഗമായിട്ട് വിഭജിച്ച് ഭഗവാൻ ഓരോരുത്തരുടെ അടുത്തും പോകും കൊട്ടാരത്തിലേക്ക്. അപ്പോൾ ആ ഒരു കൊട്ടാരത്തിൽ അവിടെയുള്ള രാജ്ഞിമാരോടൊക്കെ ഭഗവാൻ ആ ഒരു ഉത്തമ ഭർത്താവ് എങ്ങനെ പെരുമാറണം ആ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഭഗവാന് തൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാം. അപ്പോൾ ആ രാജ്ഞിമാർക്കും അറിയാം, അവരെല്ലാവരും ഭഗവാന്റെ തന്നെ ഭക്തരാണ്. പക്ഷേ ഭഗവാൻ നമുക്ക് ഭഗവാന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തരികയാണ് എങ്ങനെ നമ്മളൊരു ഉത്തമ ഭർത്താവായി പെരുമാറണം. അങ്ങനെ കാണിച്ചു തരാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ അപ്പോൾ കാലത്ത് തന്നെ ഉണരും. എന്നിട്ട് കാലത്ത് തന്നെ ഉണർന്ന് തൻ്റെ ഒരു കർത്തവ്യങ്ങളൊക്കെ ചെയ്യും. അതായത് ആ ഗൃഹസ്ഥൻ എന്നൊരു ഇതിൽ കർത്തവ്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു ചെയ്യണം. അപ്പോൾ 10ാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ പറയുന്നത് ആ ഒരു ഉത്തമ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ എങ്ങനെ പെരുമാറണം. അപ്പോൾ കാലത്ത് എണീറ്റ് ഭഗവാൻ തൻ്റെ അമ്മമാരുടെ അടുത്തേക്ക് പോകും. അതായത് ശരിക്കും നോക്കുകയാണെങ്കിൽ ദേവകി മാത്രമാണ് സ്വന്തം അമ്മയുള്ളൂ ഭഗവാന്റെ. പക്ഷേ ദേവകീനെ കൂടാണ്ട് വേറെ 14 ഭാര്യമാരുണ്ട് വസുദേവർക്ക്. അപ്പോൾ ആ ഒരു 14 ഭാര്യമാരും തൻ്റെ ദേവകിയുടെ പോലെ തൻ്റെ പെറ്റമ്മയല്ലെങ്കിലും അവരെല്ലാവരും ഒരുപോലെ ബഹുമാനം തന്നെ സ്വന്തം അമ്മയ്ക്കുള്ള ആ ഒരു അതേ സ്ഥാനം തന്നെ ഭഗവാൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തമ പെരുമാറ്റം അപ്പോൾ അവർക്കും അറിയാം ഭഗവാന്റെ ആ ഒരു ഭഗവാനാണ് അല്ലാണ്ട് തൻ്റെ മകനല്ല എന്നറിയാം. പക്ഷെ
എന്നാലും ഭഗവാൻ ആ ഒരു ഉത്തമ ഗൃഹനാഥൻ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ആ ഒരു ഗൃഹസ്ഥാശ്രമ ധർമ്മം എങ്ങനെ നിർവഹിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യരെ പോലെ പെരുമാറണം. അപ്പം നോക്കുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ ബ്രാഹ്മണർക്ക് പശുവിനെ ദാനം ചെയ്യായിരുന്നു. അപ്പോൾ ബ്രാഹ്മണർക്കും അറിയാം ഇത് ഭഗവാനാണ് എന്നുള്ളത്. അപ്പോൾ പക്ഷെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ആരോടും ഒരു ബാധ്യത, ഒരു അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. കാരണം ഭഗവാൻ ഇപ്പം എല്ലാ മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാവരുടെയും പരിപാലകനാണ് ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ ഏകോ ബഹൂനാം വിദാതി കാമാൻ, അതായത് ഒരു ജീവശക്തി, അതായത് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യം നിറവേറ്റുന്ന ഒരാളെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യം നോക്കുന്നു, ആ ചെറിയൊരു കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഇപ്പോൾ അതിൻ്റെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒക്കെ കാര്യം നോക്കുന്നു, പൗരന്മാരുടെ കാര്യം നോക്കുന്നു. അപ്പം അതുപോലെ പക്ഷേ എന്നിരുന്നാലും ഭൗതികമായിട്ടുള്ള എല്ലാം അപൂർണങ്ങളാണ്. പക്ഷെ ഭഗവാന്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമാണ്. കാരണം ഭഗവാൻ സ്വയം പൂർണ്ണമാണ്. ഭഗവാന് മാത്രമാണ് അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ആ പൂർണ്ണതയോടുകൂടി. അപ്പൊ ആ ഒരു ആചാര്യന്മാര് നോക്കണമെങ്കിൽ തൻ്റെ സ്വയം പ്രവൃത്തികളിലൂടെയാണ്, സ്വന്തം ഇതിലൂടെയാണ് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിലാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ ആ ഒരു സാധാരണ മനുഷ്യൻ പെരുമാറണം എന്ന്. ഭഗവാന്റെ ആ ഒരു ഓരോ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യരെങ്ങനെ പെരുമാറണം എന്ന ആ ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു പരമദിവ്യോത്തമ പുരുഷൻ എന്ന ആ ഒരു ശാശ്വതമായ ഒരു നിത്യസത്യം എന്നുള്ള ആ ഒരു ഇതിൽ ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഭഗവാൻ മനുഷ്യനെ പോലെ കാണപ്പെടുന്നുവെങ്കിലും ഭഗവാൻ എപ്പോഴും പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തികളെല്ലാം ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ട്, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഭഗവാനിന്ന്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വൃന്ദാവനത്തില് ഭഗവാന്റെ ലീലകൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഇപ്പൊ ആ ഗോപാലന്മാരുടെ കൂടെയും ഗോപികമാരുടെ കൂടെയും ഒക്കെ കളിച്ചിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പശുവിനെ മേയ്ക്കാൻ പോകുന്നു, ഓടക്കുയിൽ വായിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാനെ ആ ഒരു ഗോപപാലകനായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ എന്നാല് കംസൻ ഒരുപാട് അസുരന്മാരെ അയക്കുന്നുണ്ട്. അപ്പൊ ആ അസുരന്മാര് ഇപ്പോൾ സാധാരണ അസുരന്മാരെയല്ല, കംസനെല്ലാം വളരെ എല്ലാവരെയും പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്രൂരമായ അത്രയും ശക്തിയുള്ള അസുരന്മാരെയാണ് അയക്കുന്നത് ഭഗവാനെ കൊല്ലാനായിട്ട്. പക്ഷെ ആ ഒരു അസുരന്മാര് വരുമ്പോഴും ഭഗവാൻ വളരെ എളുപ്പത്തിൽ അവരെയൊക്കെ വധിക്കുന്നുണ്ട്. അപ്പോൾ ഗോപാലന്മാരെ നോക്കുകയാണെങ്കിൽ അപ്പൊ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച് അവര് കളിക്കുകയായിരുന്നു. അപ്പൊ അവരാരോ ശല്യപ്പെടുത്താൻ വന്നു, കൃഷ്ണൻ അവരെല്ലാം വധിച്ചു. അപ്പൊ അവർക്ക് ആ ഒരു സന്തോഷമാണ് അവിടെ. അപ്പോൾ എല്ലാവരും എന്നിട്ട് ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു, ഭഗവാനെ അഭിനന്ദിക്കുന്നൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് സാധാരണ പോലെ അവരുടെ കളികളൊക്കെ തുടരാണ്. അവരല്ലാണ്ട് ഒരിക്കലും ഭഗവാൻ എങ്ങനെയാണ്, ഇപ്പൊ ഞങ്ങൾക്ക് ഈ അസുരനെ കൊല്ലാൻ പറ്റില്ലല്ലോ, അപ്പൊ ആ ഭഗവാൻ എങ്ങനെയാണ് കൊന്നത് എന്നൊന്നും അവരൊരിക്കലും ആലോചിക്കില്ല. കാരണം അവര് വീണ്ടും കളികൾ തുടരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു യോഗമായയുടെ ആ ഒരു പ്രവർത്തനമാണ്. കാരണം ഭഗവാന്റെ ആ ലീലയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാനെ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ബലദേവനെ നോക്കുകയാണെങ്കിലും ബലദേവൻ ഭഗവാന്റെ ഭക്തനല്ല, അത് വേറൊരു തത്വമാണ്, ഭഗവാന്റെ തന്നെ വിസ്തേനാണ്. പക്ഷെ ഭഗവാന്റെ ആ ഒരു ലീലയ്ക്ക് വേണ്ടി ബലദേവനും ആ ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണ്, ഭഗവാന്റെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോപാലന്മാരെല്ലാവരും ആ ഒരു യോഗമായയുടെ ഇത് കാരണം ഭഗവാൻ അവർക്ക് ശരിക്കും അറിയാം, ആ ഒരു വസ്തുത അവർക്ക് അറിയാമെന്നുണ്ടെങ്കിലും അവരത് മറന്നു പോവാണ്. ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഞങ്ങളുടെ കൂടെ കളിക്കുന്നത് എന്നുള്ളത്, ആ ഒരു ഭഗവാന്റെ ലീലയുടെ ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അവരെല്ലാം ഇത് മറന്നു പോവാണ്. അപ്പൊ അവരെല്ലാവരും ഭഗവാനെ തന്റെ സ്വന്തം സുഹൃത്തായിട്ട് അവരിലൊരാളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോ സാധാരണ ഇപ്പോൾ നമ്മുടെ ആ ഒരു ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താൽ നമ്മളെ അവർ അഭിനന്ദിക്കുന്ന പോലെ അവരെല്ലാവരും സാധാരണ പോലെ തന്നെ ഭഗവാനെ അഭിനന്ദിക്കുകയും ഭഗവാനെ ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ആ ഒരു അസുരൻ അത്ര ശക്തിമാനാണ് എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് അങ്ങനെ ആ ഒരു ചിന്തയൊന്നുമില്ല. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശക്തിയും അതാണ്. അപ്പൊ അത്ര വലിയ അസുരന്മാരെ പോലും ഭഗവാനെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റും. അപ്പൊ ആ ഒരു ഭഗവാന്റെ ആ ഒരു പ്രവർത്തനങ്ങളാണ് അപ്പൊ പറയുന്നത്. അപ്പോൾ പിന്നെ ബ്രഹ്മാവിന്റെ കഥയായാലും നമുക്കറിയാം, ബ്രഹ്മാവി ഗോപാലന്മാരെയും പശുക്കളെയും ഒക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു നിമിഷം പോയി ബ്രഹ്മലോകത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ ഒരു കൊല്ലം കഴിയും. അപ്പോൾ അത്രയും ഭഗവാൻ അത്രയും പശുക്കളായിട്ടും കിടാങ്ങളായിട്ടും അതുപോലെ ഗോപാലന്മാരായിട്ടും
ഒക്കെ വിസ്തരിച്ച് ഭഗവാൻ ആ ഒരു കൊല്ലം ആരും അറിഞ്ഞില്ല ഭഗവാനാണ് കൂടെയുള്ളത്, ഇവരെയൊക്കെ തട്ടിക്കൊണ്ട് പോയെന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ ഒരു ശക്തിയിൽ അവരെല്ലാം ഒരു കൊല്ലം ഉറങ്ങി. പക്ഷേ ഇവിടെ ഭഗവാൻ ഇത്രയും ആളുകളായിട്ട് വികസിച്ച് ഇവിടെ എല്ലാവരുടെയും കൂടെയും ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രഹ്മാവ് എന്ന് നോക്കുമ്പോൾ അപ്പോൾ താൻ ഒളിപ്പിച്ചവരവിടെ ഉണ്ട്, ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ ഒരു രണ്ടാമത്തെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. കാരണം ഭഗവാൻ ആ ഒരു പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പം അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇതാണ് ഭഗവാനുള്ളത്. അപ്പം ഇവിടെ ഭഗവാൻ ഇപ്പോൾ ഭീഷ്മദേവന് മുന്നിൽ പ്രണമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പ്രായത്തിൽ മുതിർന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെ ബഹുമാനങ്ങൾ അർപ്പിക്കണം, എങ്ങനെ നമ്മൾ പെരുമാറണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരണം എന്നുള്ളൊരു ഇതിലാണ് ഭഗവാൻ ഇവിടെ പെരുമാറുന്നത്. അപ്പോൾ ഇനി ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം, 5-ാമത്തെ. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംകവം. ശ്ലോകേറ്റ് ചൊല്ലാം. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംകവം. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംകവം. വാക്കർത്ഥം തത്ര അവിടെ. ബ്രഹ്മഋഷിയ ഋഷിയായ ബ്രാഹ്മണൻ. സർവേ സർവരും. ദേവഋഷയ ഋഷിയായ ദേവൻ ദേവർഷി. രാജഋഷിയ രാജാക്കന്മാരിലെ ഋഷികൾ. ച അവരും. രാജർഷി രാജാക്കന്മാരിൽ ഋഷിയും. തത്ര അവിടെ. ആസൻ സന്നിഹിതരായി. ദൃഷ്ടും ഒരു നോക്കു കാണുവാനായി. ഭരത രാജാവ് ഭരതന്റെ അനന്തരകാമികൾ. പുങ്കവം പുങ്കവൻ മുഖ്യൻ. വിവർത്തനം ഭാവാർത്ഥം വൈശല പ്രഭാത് കി ജയ. വിവർത്തനം. ഭരണവംശത്തിന്റെ അധിപനായ ഭീഷ്മരെ ഒരു നോക്കു കാണുവാൻ വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മഹാത്മാക്കളും ദേവർഷികളും രാജർഷികളും വിപ്പർഷികളും രാജാക്കന്മാരും അങ്ങനെ സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സർവരും അവിടെ ഒത്തുചേർന്നു. വിവർത്തനം ചൊല്ല. ഭരണവംശത്തിന്റെ അധിപനായ ഭീഷ്മരെ ഒരു നോക്കു കാണുവാൻ വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മഹാത്മാക്കളും ദേവർഷികളും രാജർഷികളും വിപ്പർഷികളും രാജാക്കന്മാരും അങ്ങനെ സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സർവരും അവിടെ ഒത്തുചേർന്നു. ഭാഗത്ത് ഞാൻ വായിക്കാം. ആത്മീയ സംപ്രാപ്തിയിലൂടെ പരിപൂർണതയിൽ എത്തിച്ചേർന്നവരാകുന്നു ഋഷിമാർ. അത്തരം ആത്മീയ സംപ്രാപ്തി രാജാവിനും ഭിക്ഷാന്തഹിക്കും അങ്ങനെ ഏവർക്കും പ്രാപ്തമാക്കാവുന്നതാകുന്നു. ഭീഷ്മദേവൻ സ്വയം ബ്രഹ്മർഷികളിൽ ഒരാളും ഭരതരാജാവിന്റെ അനന്തരഗാമികളിൽ വരിഷ്ഠനുമാകുന്നു. എല്ലാ ഋഷിമാരും സത്വഗുണത്തിൽ അധിഷ്ഠിതരാകുന്നു. അവരെല്ലാവരും മഹായോദ്ധാവിന്റെ മരണാസന്ന വൃത്താന്തമറിഞ്ഞ് അവിടെ സമ്മേളിച്ചു. അപ്പോൾ
ഭീഷ്മദേവരെ കാണാൻ വന്നവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. ആ ഋഷിമാരെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ പല രീതികളിലുള്ള ഋഷിമാർ വന്നു. അപ്പോൾ ഋഷിമാരെന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഒരു സത്വഗുണത്തിൽ അധിഷ്ഠിതമായ ആളുകൾ എല്ലാവരും ഭീഷ്മദേവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവസാന നേരം. അപ്പോൾ കാരണം ഭീഷ്മദേവൻ എന്ന് പറയുന്നത് അത്രയും മഹാനായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ശ്രീല പ്രഭുപാദർ അതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആത്മീയ പൂർണ്ണത നേടിയവൻ. അപ്പോൾ നമുക്കറിയാം ഭൗതികവും ആത്മീയ രണ്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഇപ്പോൾ നമുക്കറിയാം ഈ അഷ്ടാംഗ യോഗയിലൂടെയൊക്കെ നമുക്ക് അങ്ങനെ ഭൗതികമായിട്ട് ഇപ്പോൾ നമുക്ക് 8 തരത്തിലുള്ള ആ ഒരു ഭൗതിക പൂർണ്ണ അരിമ ഗണിമ അങ്ങനെ ഒരുപാട് ശക്തികൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു അങ്ങനെ ആ ഒരു ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ വളരെ ദൂരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ദേവർഷി എന്ന് വെച്ചാൽ ദേവന്മാരിൽ ഋഷിയായവർ, രാജാക്കന്മാരിലെ ഋഷികൾ, അപ്പം അങ്ങനെ ഒരുപാട് പേര് ബ്രാഹ്മണ ഋഷി എല്ലാവരും ഭീഷ്മദേവനെ കാണാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ആ ഒരു ആത്മീയ നേട്ടങ്ങളിൽ പരിപൂർണത നേടിയ ആ ഒരു ആത്മീയ ജീവിതം പരിശീലിക്കുന്ന ആ ഒരു ആളുകൾ. അപ്പോൾ അങ്ങനെ ആ ഒരു നേട്ടത്തിലെത്തിയവരാണ് ഈ ഋഷികൾ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആ ഒരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാട്ടും അപ്പം ആ ഒരു വലിയ ഇതാണ് ആത്മീയമായ നേട്ടം. അപ്പം ആ ഒരു അതീന്ദ്രിയമായ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ആ ഒരു ചെറിയൊരു ശക്തികൾ നമ്മളിപ്പോൾ ഒരുപാട് തപസ്സിനേറി അല്ലെങ്കിൽ അഷ്ടാംഗയോഗയൊക്കെ ചെയ്ത് നമുക്കപ്പോൾ ചെറിയ ചെറിയ അങ്ങനത്തെ ശക്തികൾ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അതീന്ദ്രിയ സന്തോഷത്തിലേക്കോ അതീന്ദ്രിയമായ ഇതിലേക്കോ ഒന്നും നമുക്ക് എത്താൻ സാധിക്കില്ല. കാരണം അങ്ങനെ നമുക്ക് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ പണ്ട് കാലത്തെ ഋഷിമാർക്കൊക്കെ ഇങ്ങനെ ഒരു ഗ്രഹങ്ങളിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിൽ ഇതാക്കാനും ഒക്കെ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രീലപ്രഭാതരും പറയുന്നവർ അപ്പം ആത്മീയ നേട്ടങ്ങൾ നമുക്കൊരു ആർക്ക് വേണമെങ്കിലും സമ്പാദിക്കാൻ കഴിയും. ഇപ്പം രാജാവായാലും ഭിക്ഷാന്തേഹി ആയാലും അപ്പം എങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള നേട്ടങ്ങൾ നേടാൻ കഴിയും എന്നാണ് പ്രഭുപാദരും ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മീയവാദികൾ അപ്പോൾ സ്വയം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് തോന്നും അവർ ദരിദ്രമാണ് ഒന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരുപാട് ഇപ്പോൾ സാധാരണ മനുഷ്യരുടെ പോലെ ഒരുപാട് സമ്പത്തോ അങ്ങനെയൊന്നും ആവശ്യമില്ല. കാരണം അവർ അങ്ങനെ ആ ഒരു അത്യാഗ്രഹം ബാധിച്ച ആളുകളല്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്തൊന്നും അവർ കൊണ്ടുപോകുന്നില്ല. അപ്പം അവർക്ക് ഏറ്റവും അത്രയും ലളിതമായ ഒരു ജീവിതം, അത്രയും താഴ്ന്ന അത്രയും ഇതിനാണ് അവർ ജീവിക്കുന്നത്. എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ച് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഋഷികൾ. അപ്പം ആത്മീയ നേട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആത്മീയ ജീവിതം പരിശീലിച്ച് ആ ഒരു ആത്മീയ പുരോഗതി നേടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു പൂർണ്ണതകൾ നമ്മൾ കൈവരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഭീഷ്മദേവനും പറയുന്നത് ഭീഷ്മദേവൻ ഭരതരാജാവിൻ്റെ പിൻഗാമിയാണ്, അതുപോലെ തന്നെ ബ്രഹ്മഋഷികളിൽ ഒരാളാണ്. അപ്പം അങ്ങനെ ഭീഷ്മദേവൻ്റെ ആ ഒരു സ്ഥാനം അത്രയും മഹത്വമുള്ളൊരു സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വളരെ ആത്മീയമായ പരിപൂർണതയിലെത്തി. ഇപ്പം ഭീഷ്മദേവൻ നോക്കുകയാണെങ്കിൽ ഭീഷ്മദേവൻ ബ്രഹ്മചാരിയാവുന്നു. ഭീഷ്മദേവൻ അത്രയും പറയുന്ന വാക്കുകൾക്കൊക്കെ അത്രയും പ്രാധാന്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലത്ത് അപ്പോൾ അത്രയും നല്ലൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാനും ഇത്രയധികം ഇപ്പം നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ കാണും ഒരുപാട് ആളുകൾ ഭീഷ്മദേവനെ കാണാൻ വരുന്നുണ്ട്, പാരൊക്കെ കാണാൻ വരുന്നുണ്ട്, ഒരുപാട് മുനിമാർ. അപ്പോൾ ലോകത്തിലുള്ള ഒരുപാട് ആളുകളും ഭീഷ്മദേവനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഭീഷ്മദേവൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്നാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഈ ഒരു ശ്ലോകത്തിലപ്പോൾ വന്ന ഋഷിമാരുടെ കാര്യമാണ് പറയുന്നത്. ആ ഒരു സത്വഗുണത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ സത്വഗുണം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ഗുണമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭഗവാനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ ശുദ്ധ സത്വഗുണം എന്നൊരു രീതിക്ക് എത്തുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം ആ ഒരു ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ പതുക്കെ ആ ഒരു ഭക്തിയുത സേവനം ചെയ്ത് മാത്രമാണ് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പം ആ ഒരു രീതിയിലേക്ക് എത്തിയാലാണ് നമ്മൾ ഈ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുള്ളൂ, പൂർണ്ണമായിട്ടും നമുക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം മാറുള്ളൂ. അപ്പോൾ ആ ഒരു സത്വഗുണം പോലും ഈ ഭൗതിക ഗുണം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിനി മുന്നോട്ട് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ആരൊക്കെ വന്നു, ഭീഷ്മദേവൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്കിനി കാണാം. അതുപോലെ ഭീഷ്മദേവൻ അവർക്ക് പാണ്ഡവർക്ക് യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശങ്ങളും എങ്ങനെ രാജ്യം ഭരിക്കണം എന്നൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയാണ് ഈ 3 ശ്ലോകങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ.